ഹലോ മുത്തുമണീസ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ ഇന്നൊരു അടിപൊളി അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്കിതെന്താ നോക്കാം. അപ്പോൾ അതേ നോക്കിയേ, ഇതാണ് നമ്മുടെ റൈസ് കുക്കർ. ഇത് ഓട്ടോമാറ്റിക് ഇലക്ട്രിക് റൈസ് കുക്കറാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പിന്നെ ഇതാക്കുന്ന ഒരു എക്സ്ട്രാ നമ്മൾ സ്റ്റീം ചെയ്യാനുള്ള ഒരു ഓപ്ഷനുള്ള ഒരു ട്രേ ഉണ്ട്. പിന്നെ ഇതിലാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത് കേട്ടോ. ഇത് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ്. പിന്നെ ഇതാക്കുന്ന കോയിൽ ഇതാക്കുന്നതിൻ്റെ. അപ്പം ഇത് നമുക്കൊന്ന് എടുത്തു നോക്കാം. അപ്പം നല്ലൊരു അടിപൊളി പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. PG&E കമ്പനിയാണ് ഇത് വരുന്നത്. പിന്നെ ഈ ഒരു സ്റ്റീലിൻ്റെ പാത്രം ഉണ്ടല്ലോ, ഈ ഒരു സ്റ്റീലിൻ്റെ പാത്രം നല്ല അത്യാവശ്യം നല്ല കട്ടിയുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു ഇതേപോലെ ഒരു പാത്രം, ഒരു സ്പാച്ചുല ഉണ്ട് കേട്ടോ. ഇത് അളന്നിട്ടിടാനും നമുക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ ഇളക്കി കൊടുക്കാനൊക്കെ ഉള്ളതാണ്. പിന്നെ ഈ ഒരു ഇത് കണ്ടോ, തട്ട്. ഇത് നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ സ്റ്റീൽ പാത്രത്തിൽ വെച്ചാൽ പിന്നെ പാത്രത്തിൽ അടുക്കി പിടിക്കാതിരിക്കാനുള്ളതാണ് കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു സ്റ്റീലിൻ്റെ പാത്രം നല്ല അത്യാവശ്യം കട്ടിയുണ്ട്. പെട്ടെന്നൊന്നും അത്ര അടിക്കൊന്നും പിടിക്കില്ല കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെ സെറ്റ് ചെയ്യുന്നത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഈ ഒരു സ്റ്റീൽ പാത്രം ഇറക്കി വെക്കുക. നനവില്ലാതെ തന്നെ നമ്മൾ വെക്കണം കേട്ടോ. നമ്മൾ കറണ്ട് മേൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് പാത്രം കഴുകി നന്നായിട്ട് തുടച്ചിട്ട് വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഈ ഒരു തട്ടുണ്ടല്ലോ അത് വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ പിന്നെ എന്താ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ചോറാണെങ്കിൽ നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് അരി ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ ഒരു പാത്രത്തിലാണ് നമ്മൾ ഈ ഒരു കപ്പിന് 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം, ആ ഒരു രീതിയിലാണ് ഇതിൽ കുക്കായിട്ട് വരിക. അപ്പം ഇതിലാണ് അളന്നെടുക്കേണ്ടത് കേട്ടോ. പിന്നെ ഈ ഒരു സ്പാച്ചുല ഉണ്ടോ, ഈ ഒരു സ്പാച്ചുല മാത്രമേ ഇതിൽ ഉപയോഗിക്കാവുന്നതാണ് അവർ പറയുന്നത് കേട്ടോ. പിന്നെ ഇത് കണ്ടോ, നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ തന്നെ എന്തെങ്കിലും സ്റ്റീം ചെയ്യാൻ അല്ലെങ്കിൽ ചൂടാക്കാനോ എന്തെങ്കിലുമൊക്കെ ഫുഡ് ആവിയേറ്റെടുക്കാനോ പച്ചക്കറി ബോയിൽ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിലൊക്കെ സുഖമാണ്. അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്ത് ആ മൂടി ഒന്ന് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. രണ്ടും ഒരുമിച്ച് തന്നെ പെട്ടെന്ന് നമുക്ക് റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ അതാ ഉണ്ടോ, ഇതേപോലെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നല്ലൊരു അടിപൊളി പ്രൊഡക്റ്റിനാണ്. അപ്പോൾ അതിലുള്ള പല കാര്യങ്ങളും നമുക്ക് ചെയ്യാം. ചോറ് മാത്രമല്ല, കറിയും കേക്കും അങ്ങനെ പല ഐറ്റംസും ആവിയിലുണ്ടാക്കുന്ന പല ഐറ്റംസും ഒക്കെ നമുക്ക് ഇതിൽ റെഡിയാക്കി എടുക്കാം. ഓട്ടോമാറ്റിക്കായിട്ടുണ്ടെന്നത് ഫുഡൊക്കെ റെഡിയായി വരുമ്പോൾ ഓഫായിക്കോളും. അതുകൊണ്ട് തന്നെ പേടിക്കാനില്ല, വെന്ത് പോകുന്നുള്ള പേടിയുമില്ല. പിന്നെ ചൂടോടുകൂടി ഭക്ഷണം കഴിക്കുകയും ചെയ്യാം. കണ്ടോ, താഴെ ഈ ഒരു വാമൊന്ന് ചൂടാക്കുകയാണെങ്കിൽ വാമ കുക്കിങ് 2 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ.